എലമെന്റ്സിന്റെ ക്ലാസിഫിക്കേഷന് തുടക്കം കുറിച്ച ശാസ്ത്രജ്ഞനാകുന്നു അന്റോണിയോ ലവോസിയ. വർഷം 1789 അന്റോണിയോ ലവോസിയ അന്ന് അറിയപ്പെട്ടിരുന്ന 30 എലമെന്റ്സിനെ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് എന്ന രീതിയിൽ ക്ലാസിഫൈ ചെയ്തു. അതുപോലെ ജോഹാൻ ഡൊബറൈനർ എന്നൊരു സയന്റിസ്റ്റ് ഉണ്ട്. അദ്ദേഹം എലമെന്റ്സിനെ ട്രയോഡ്സ്, അതായത് ത്രികങ്ങൾ എന്ന രീതിയിൽ ക്ലാസിഫൈ ചെയ്തു. ജോഹാൻ ഡൊബറൈനർ ട്രയോഡ്സ് എന്ന രീതിയിലാണ് എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്തത്. ഈ രീതിയിൽ എങ്ങനെയാണ് എലമെന്റ്സിനെ അദ്ദേഹം ക്ലാസിഫൈ ചെയ്തത് എന്ന് നോക്കാം. മിഡിലിൽ വരുന്ന എലമെന്റ്സിന്റെ അറ്റോമിക് മാസ്, അതിന് തൊട്ട് മുകളിലും താഴെയും വരുന്ന എലമെന്റ്സിന്റെ അറ്റോമിക് മാസിന്റെ ആവറേജ് ആയിട്ട് വരുന്ന രീതിയിലാണ് ഡൊബറൈനർ ക്ലാസിഫൈ ചെയ്തത്. 1829 ജോഹാൻ ഡൊബറൈനർ ട്രയോഡ്സ് എന്ന എലമെന്റിൽ ക്ലാസിഫിക്കേഷൻ നടത്തിയത്. അതുപോലെ 1862 അലക്സാണ്ടർ ബി ദ ചാങ്കർ ടോയ്സ് അവതരിപ്പിച്ച എലമെന്റ്സിന്റെ പീരിയോഡിക് അറേഞ്ച്മെന്റിന്റെ മോഡലിന്റെ പേരാകുന്നു ടെലോറിക് ഹെലിക്സ് മോഡൽ. അറ്റോമിക് വോളിയത്തിന്റെ ബേസിൽ എലമെന്റ്സിനെ അറേഞ്ച് ചെയ്ത സയന്റിസ്റ്റ് ആകുന്നു ലോതർ മേയർ. പിന്നീട് 1866 ജോൺ അലക്സാണ്ടർ ന്യൂലാൻഡ്സ് എന്ന ശാസ്ത്രജ്ഞൻ ലോ ഓഫ് ഒക്ടീവ്സ് അവതരിപ്പിച്ചു. ലോ ഓഫ് ഒക്ടീവ്സ് പ്രകാരം എലമെന്റ്സിനെ അവയുടെ അറ്റോമിക് മാസിന്റെ ബേസിൽ അസെൻഡിംഗ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുമ്പോൾ എട്ടാമത് വരുന്ന ഓരോ എലമെന്റ്സും ഒന്നാമത്തെ എലമെന്റ്സിന്റെ ക്വാളിറ്റീസ് റിപ്പീറ്റ് ചെയ്യുന്നതായി കാണുന്നു. സംഗീതത്തിലെ സപ്തസ്വരങ്ങൾ പോലെ സാരി ഗ മ പാദാനി സാരി ഗ മ പാദാനി എന്ന രീതിയിൽ എട്ടാമത് വരുന്ന ഓരോ എലമെന്റ്സും ഒന്നാമത്തെ എലമെന്റ്സിന്റെ ക്വാളിറ്റീസ് റിപ്പീറ്റ് ചെയ്യുന്ന രീതിയിൽ അറേഞ്ച് ചെയ്ത ശാസ്ത്രജ്ഞനാകുന്നു ജോൺ അലക്സാണ്ടർ ന്യൂലാൻഡ്. ഇദ്ദേഹത്തിന്റെ ലോ ഓഫ് ഒക്ടീവ്സ് എന്ന് അറിയപ്പെടുന്നു. എന്നാൽ ജോൺ അലക്സാണ്ടർ ന്യൂലാൻഡിന്റെ ലോ ഓഫ് ഒക്ടീവ്സ് ബാധകമാകുന്നത് കാൽസ്യം വരെയുള്ള എലമെന്റിന് ആയിരുന്നു. അറ്റോമിക് മാസ് കൂടിയ എലമെന്റ്സിന് ഇത് ബാധകമായിരുന്നില്ല. എന്നാൽ പിന്നീടങ്ങ് വന്ന് വർഷം 1869 എലമെന്റ്സിന്റെ ക്ലാസിഫിക്കേഷന് വേണ്ടി ആദ്യമായി ഒരു ടേബിൾ ഉണ്ടാക്കുകയും അതിൽ 63 എലമെന്റ്സിനെ അതിന്റെ അറ്റോമിക് മാസിന്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്യുകയും ചെയ്ത ശാസ്ത്രജ്ഞനായ ദിമിത്രി മെൻഡിലേഫിനെ ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ എന്ന് അറിയപ്പെടുന്നു. മെൻഡിലേഫിന്റെ പീരിയോഡിക് ടേബിളിൽ 7 പീരീഡ്സും 8 ഗ്രൂപ്പ്സുമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ ഫോളോ ചെയ്യുന്ന പീരിയോഡിക് ടേബിൾ ആകുന്നു മോഡേൺ പീരിയോഡിക് ടേബിൾ. മോഡേൺ പീരിയോഡിക് ടേബിളിന്റെ ഫാദർ ആകുന്നു ഹെൻറി മോസ്ലി. 1913 ഹെൻറി മോസ്ലി തന്റെ എക്സ്റേ ഡിഫ്രാക്ഷൻ എക്സ്പെരിമെന്റിലൂടെ എലമെന്റ്സിനെ അറ്റോമിക് നമ്പറിന്റെ അടിസ്ഥാനത്തിൽ 7 പീരീഡ്സും 18 ഗ്രൂപ്പ്സുകളുമായി വർഗീകരിച്ചു. ഈ പീരിയോഡിക് ടേബിളിനെ മോഡേൺ പീരിയോഡിക് ടേബിൾ എന്ന് വിളിക്കുന്നു. നമ്മൾ ഇന്ന്, അതായത് ഈ 2025 നമ്മൾ ഫോളോ ചെയ്യുന്ന പീരിയോഡിക് ടേബിൾ ആകുന്നു ഹെൻറി മോസ്ലിയുടെ മോഡേൺ പീരിയോഡിക് ടേബിൾ. 1913 ഹെൻറി മോസ്ലി തന്റെ ഈ ഒരു മോഡേൺ പീരിയോഡിക് ടേബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പീരിയോഡിക് ടേബിളിലെ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സിനെ ആൽക്കലി മെറ്റൽസ് എന്ന് വിളിക്കുന്നു. അതുപോലെ പീരിയോഡിക് ടേബിളിലെ സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റ്സിനെ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്നും വിളിക്കുന്നു. ഇനി നമുക്ക് കെമിസ്ട്രിയിലെ കുറച്ച് ഫാക്ട്സ് കൂടി ഒന്ന് പരിചയപ്പെടാം. ദാറ്റ് ഈസ്, ഹൈഡ്രജൻ ഗ്യാസിനെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാകുന്നു ഹെൻറി കാവൻഡിഷ്. എന്നാൽ ഹൈഡ്രജന് ആ ഒരു പേര് നൽകിയ സയന്റിസ്റ്റ് ആകുന്നു അന്റോണിയോ ലവോസിയ. ഹൈഡ്രജൻ എന്ന വാക്കിന്റെ അർത്ഥം ഞാൻ ജലം ഉൽപ്പാദിപ്പിക്കുന്നു എന്നാകുന്നു. ഹൈഡ്രജൻ ഗ്യാസിനെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഹെൻറി കാവൻഡിഷും ഹൈഡ്രജൻ എന്ന പേര് നൽകിയ സയന്റിസ്റ്റ് ആകുന്നു അന്റോണിയോ ലവോസിയ. ഹൈഡ്രജൻ എന്ന വാക്കിന്റെ അർത്ഥം ഞാൻ ജലം ഉൽപ്പാദിപ്പിക്കുന്നു എന്നാകുന്നു. ഭാവിയുടെ ഇന്ധനം എന്ന പേരിൽ അറിയപ്പെടുന്ന എലമെന്റ് ആകുന്നു ഹൈഡ്രജൻ. ഭാവിയുടെ ഇന്ധനം എന്ന പേരിൽ അറിയപ്പെടുന്ന മൂലകം ഹൈഡ്രജനും എന്നാൽ പ്രതീക്ഷയുടെ ഇന്ധനം എന്നറിയപ്പെടുന്ന മൂലകം യുറേനിയവുമാകുന്നു. പ്രതീക്ഷയുടെ ഇന്ധനമാകുന്നു യുറേനിയം, ഭാവിയുടെ ഇന്ധനമാകുന്നു ഹൈഡ്രജൻ. ഒരു മെറ്റലോ നോൺ മെറ്റലോ അല്ലാത്ത എലമെന്റ് കൂടിയാകുന്നു ഹൈഡ്രജൻ. ഒരു മെറ്റലോ അതുപോലെ ഒരു നോൺ മെറ്റലോ അല്ലാത്ത ഒരു എലമെന്റ് കൂടിയാകുന്നു ഹൈഡ്രജൻ. ഏറ്റവും ഭാരം കുറഞ്ഞതും ഏറ്റവും സാന്ദ്രത കുറഞ്ഞതും ഏറ്റവും ചെറുതും, അതായത് ഏറ്റവും ലഘുവായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഏറ്റവും മാസ് കുറഞ്ഞത്, അതായത് ഏറ്റവും ലൈറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും മാസ് കുറഞ്ഞ ഏറ്റവും ലഘുവായിട്ടുള്ള ആറ്റമുള്ള ഒരു എലമെന്റ് കൂടിയാകുന്നു ഹൈഡ്രജൻ. അതായത് ഏറ്റവും ഭാരം കുറഞ്ഞതും ഏറ്റവും സാന്ദ്രത കുറഞ്ഞതും ഏറ്റവും ലൈറ്റ് ആയിട്ടുള്ളതുമായിട്ടുള്ള ആറ്റമുള്ള എലമെന്റ് ആകുന്നു ഹൈഡ്രജൻ. എന്നാൽ അറ്റോമിക് റേഡിയസ് ഏറ്റവും കുറഞ്ഞ എലമെന്റ് ഹീലിയം ആകുന്നു. ഓക്കെ, റോക്കറ്റുകളിലെ ഇന്ധനമായി ഉപയോഗിക്കുന്നത് ഹൈഡ്രജൻ ആകുന്നു. ഹൈഡ്രജൻ ബോംബ് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാകുന്നു എഡ്വേർഡ് ടെല്ലർ. ഹൈഡ്രജൻ ലാമ്പിന്റെ നിറം ബ്ലൂ കളറാകുന്നു. ഹൈഡ്രജൻ ലാമ്പിന്റെ നിറം നീലയാകുന്നു. ഹൈഡ്രജന്റെ വ്യാവസായിക ഉൽപ്പാദനത്തെ ബോഷ് പ്രോസസ് എന്ന് പറയുന്നു. ഓക്കെ, ഹൈഡ്രജൻ ലാമ്പിന്റെ നിറം ബ്ലൂ കളറാകുന്നു. ഹൈഡ്രജന്റെ വ്യാവസായിക ഉൽപ്പാദനത്തെ ബോഷ് പ്രോസസ് എന്ന് പറയുന്നു. ഹൈഡ്രജൻ ഐസോട്ടോപ്സ് 3 ആകുന്നു. ഹൈഡ്രജൻ ഐസോട്ടോപ്പുകൾ 3 ആകുന്നു. ദാറ്റ് ആർ പ്രോട്ടിയം, ഡ്യൂട്ടീരിയം ആൻഡ് ട്രീഷ്യം. സാധാരണ ഹൈഡ്രജനെയാണ് നമ്മൾ പ്രോട്ടിയം എന്ന് പറയുന്നത്. അതുപോലെ ന്യൂക്ലിയർ റിയാക്ടേഴ്സിൽ ഹെവി വാട്ടറായി യൂസ് ചെയ്യുന്നത് ഡ്യൂട്ടീരിയം ആകുന്നു. ന്യൂക്ലിയർ റിയാക്ടേഴ്സിൽ ഹെവി വാട്ടറായി യൂസ് ചെയ്യുന്ന ഹൈഡ്രജൻ ഐസോട്ടോപ്പ് ആകുന്നു ഡ്യൂട്ടീരിയം. റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഐസോട്ടോപ്പ് ആകുന്നു ട്രീഷ്യം. റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഹൈഡ്രജൻ ഐസോട്ടോപ്പ് ആകുന്നു ട്രീഷ്യം. ഓക്കെ, സാധാരണ ഹൈഡ്രജനെ നമ്മൾ പ്രോട്ടിയം ഐസോട്ടോപ്പ് എന്നാണ് പറയുന്നത്. ലിഥിയം എലമെന്റിനെ കുറിച്ച് നമുക്കൊരു ഫാക്ട് പഠിക്കാനുണ്ട്, അതുകൂടി ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഏറ്റവും ഭാരം കുറഞ്ഞതും ഏറ്റവും സാന്ദ്രത, അതായത് ഏറ്റവും ഡെൻസിറ്റി കുറഞ്ഞതുമായിട്ടുള്ള എലമെന്റ് ആകുന്നു ഹൈഡ്രജൻ. ഏറ്റവും ഭാരം കുറഞ്ഞതും ഏറ്റവും ഡെൻസിറ്റി കുറഞ്ഞതുമായിട്ടുള്ള എലമെന്റ് ആകുന്നു ഹൈഡ്രജൻ. എന്നാൽ ഏറ്റവും ഡെൻസിറ്റി കുറഞ്ഞതും ഏറ്റവും ഭാരം കുറഞ്ഞതുമായിട്ടുള്ള ഒരു മെറ്റൽ ഉണ്ട്, അതിന്റെ പേരാകുന്നു ലിഥിയം. ഏറ്റവും ഭാരം കുറഞ്ഞതും ഏറ്റവും ഡെൻസിറ്റി കുറഞ്ഞതുമായിട്ടുള്ള മെറ്റലിന്റെ പേരാകുന്നു ലിഥിയം. ഓക്കെ,
ഇനി നമുക്ക് പഠിക്കാനുള്ളത് സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം എന്നീ എലമെന്റ്സിനെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാകുന്നു ഹംഫ്രി ഡേവി. സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം എന്നീ എലമെന്റ്സുകളെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാകുന്നു ഹംഫ്രി ഡേവി. സോഡിയം വേപ്പർ ലാമ്പിന്റെ നിറം മഞ്ഞയാകുന്നു. സോഡിയം വേപ്പർ ലാമ്പിന്റെ നിറം യെല്ലോ കളറാകുന്നു. സോഡിയം നിർമ്മാണത്തെ നമ്മൾ പറയുന്ന ഒരു പേരുണ്ട്. സോഡിയം നിർമ്മാണത്തെ പറയുന്ന പേരാകുന്നു ഡൗൺസ് പ്രോസസ്. ഡൗൺസ് പ്രോസസ് എന്നാകുന്നു സോഡിയം നിർമ്മാണത്തിനെ പറയുന്ന പേര്. ദെൻ അതുപോലെ തന്നെ നമ്മൾ വളരെ ഓർത്തിരിക്കേണ്ട കുറച്ച് ഫാക്ട്സ് കൂടിയുണ്ട്, അതുകൂടി പറയാം. നമ്മുടെ പീരിയോഡിക് ടേബിളിൽ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് പോകുമ്പോൾ ആറ്റത്തിന്റെ റേഡിയസ് കുറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ പീരിയോഡിക് ടേബിളിൽ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് പോകുമ്പോൾ ആറ്റത്തിന്റെ റേഡിയസ് കുറയുന്നു. അതുകൊണ്ട് തന്നെ അയണൈസേഷൻ എനർജി കൂടുകയും ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുകയും ഇലക്ട്രോ പോസിറ്റിവിറ്റി കുറയുകയും ചെയ്യുന്നു. ഓക്കെ, എന്നാൽ പീരിയോഡിക് ടേബിളിൽ മുകളിൽ നിന്നും താഴേക്ക് വരുമ്പോൾ അറ്റോമിക് റേഡിയസ് കൂടുന്നു. അറ്റോമിക് റേഡിയസ് കൂടുമ്പോൾ അയണൈസേഷൻ എനർജി കുറയുകയും ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറയുകയും ഇലക്ട്രോ പോസിറ്റിവിറ്റി കൂടുകയും ചെയ്യുന്നു. അത് പ്രത്യേകം ഓർത്തിരിക്കണം. ഒന്നുകൂടി പറയാം. പീരിയോഡിക് ടേബിളിന്റെ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് പോകുമ്പോൾ ആറ്റത്തിന്റെ റേഡിയസ് കുറയുന്നു. അതുകൊണ്ട് തന്നെ അയണൈസേഷൻ എനർജി കൂടുകയും ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുകയും ഇലക്ട്രോ പോസിറ്റിവിറ്റി കുറയുകയും ചെയ്യുന്നു. എന്നാൽ പീരിയോഡിക് ടേബിളിന്റെ മുകളിൽ നിന്നും താഴേക്ക് വരുമ്പോൾ അറ്റോമിക് റേഡിയസ് കൂടുന്നു. അറ്റോമിക് റേഡിയസ് കൂടുമ്പോൾ അയണൈസേഷൻ എനർജി കുറയുകയും ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറയുകയും ഇലക്ട്രോ പോസിറ്റിവിറ്റി കൂടുകയും ചെയ്യുന്നു. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ എലമെന്റിന്റെ പേരാകുന്നു ഫ്ലൂറിൻ. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ എലമെന്റ് ആകുന്നു ഫ്ലൂറിൻ. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ എലമെന്റ് ആകുന്നു ഫ്ലൂറിൻ. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കുറഞ്ഞ എലമെന്റ് ആകുന്നു ഫ്രാൻസിയം, സീസിയം. ഒന്നുകൂടി പറയാം. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ എലമെന്റിന്റെ പേരാകുന്നു ഫ്ലൂറിൻ. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കുറഞ്ഞ എലമെന്റിന്റെ പേരാകുന്നു ഫ്രാൻസിയം, സീസിയം. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ എലമെന്റ് തന്നെയാകുന്നു ഇലക്ട്രോ പോസിറ്റിവിറ്റി ഏറ്റവും കുറഞ്ഞ എലമെന്റും. അതായത് അത് രണ്ടും ഫ്ലൂറിൻ തന്നെയാകുന്നു. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ എലമെന്റ് ആയിട്ടുള്ള ഫ്ലൂറിൻ തന്നെയാണ് ഇലക്ട്രോ പോസിറ്റിവിറ്റി ഏറ്റവും കുറഞ്ഞ എലമെന്റും. അതുപോലെ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കുറഞ്ഞ എലമെന്റ് ആയിട്ടുള്ള ഫ്രാൻസിയവും സീസിയവും തന്നെയാണ് ഇലക്ട്രോ പോസിറ്റിവിറ്റി ഏറ്റവും കൂടിയ എലമെന്റ് ആയിട്ട് വരുന്നതും. അതും ഫ്രാൻസിയവും സീസിയവും തന്നെയാകുന്നു. ലിക്വിഡ് സ്റ്റേറ്റിൽ സ്ഥിതി ചെയ്യുന്ന മെറ്റൽസിന്റെ പേരാകുന്നു ഫ്രാൻസിയം, മെർക്കുറി, ഗാലിയം. ലിക്വിഡ് സ്റ്റേറ്റിൽ സ്ഥിതി ചെയ്യുന്ന മെറ്റൽസിന്റെ പേരാകുന്നു ഫ്രാൻസിയം, മെർക്കുറി ആൻഡ് ഗാലിയം. ഇനി നമുക്ക് മഗ്നീഷ്യത്തെക്കുറിച്ചൊന്ന് നോക്കാം. മഗ്നീഷ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കടൽ ജലത്തിൽ നിന്ന് ഏറ്റവും അധികം ഉൽപ്പാദിപ്പിക്കുന്ന മെറ്റലാകുന്നു മഗ്നീഷ്യം. സീ വാട്ടറിൽ നിന്ന് ഏറ്റവും അധികം ഉൽപ്പാദിപ്പിക്കുന്ന മെറ്റലാകുന്നു മഗ്നീഷ്യം. മഗ്നീഷ്യം നിർമ്മാണത്തെ ഡോസ് പ്രോസസ് എന്ന് പറയുന്നു. സോഡിയം നിർമ്മാണത്തെ ഡൗൺസ് പ്രോസസ് എന്ന് പറയുമ്പോൾ മഗ്നീഷ്യം നിർമ്മാണത്തെ ഡോസ് പ്രോസസ് എന്നാണ് പറയുന്നത്. രാസസൂര്യൻ എന്ന മഗ്നീഷ്യത്തെ അറിയപ്പെടുന്നു. സസ്യങ്ങളിലെ ഹരിതകത്തിൽ കാണപ്പെടുന്ന മെറ്റലാകുന്നു മഗ്നീഷ്യം. അന്റാസിഡായി ഉപയോഗിക്കുന്നത് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആകുന്നു. അതുപോലെ ടാൽക്കമായി ഉപയോഗിക്കുന്നത് മഗ്നീഷ്യം സിലിക്കേറ്റ് ആകുന്നു. ഇനി നമുക്ക് കാൽസ്യത്തെക്കുറിച്ചൊന്ന് നോക്കാം. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന മെറ്റലാകുന്നു കാൽസ്യം. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന മെറ്റലാകുന്നു കാൽസ്യം. ഇനി നമുക്ക് അലൂമിനിയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കളിമൺ ലോഹം എന്നറിയപ്പെടുന്ന മെറ്റലാകുന്നു അലൂമിനിയം. കളിമൺ ലോഹം എന്നറിയപ്പെടുന്ന മെറ്റലാകുന്നു അലൂമിനിയം. അലൂമിനിയത്തിന്റെ വ്യാവസായിക ഉൽപ്പാദനത്തെ ഹാൾ ഫെറോൾ പ്രോസസ് എന്നും അല്ലെങ്കിൽ ബയേഴ്സ് പ്രോസസ് എന്നും പറയുന്നു. അലൂമിനിയത്തിന്റെ വ്യാവസായിക ഉൽപ്പാദനത്തെ ഹാൾ ഫെറോൾ പ്രോസസ് എന്നും അല്ലെങ്കിൽ ബയേഴ്സ് പ്രോസസ് എന്നും പറയുന്നു. അപ്പോൾ സോഡിയത്തിന്റെ വ്യാവസായിക ഉൽപ്പാദനത്തിന് പറയുന്ന പേരാകുന്നു ഡൗൺസ് പ്രോസസ്. അതുപോലെ മഗ്നീഷ്യത്തിന്റെ നിർമ്മാണത്തിന് പറയുന്ന പേരാകുന്നു ഡോസ് പ്രോസസ്. അലൂമിനിയത്തിന്റെ ഇൻഡസ്ട്രിയൽ ഉൽപ്പാദനത്തിന് പറയുന്ന പേരാകുന്നു ഹാൾ ഫെറോൾ പ്രോസസ് അല്ലെങ്കിൽ ബയേഴ്സ് പ്രോസസ്. ഇതൊക്കെ മറന്നു പോകാതെ ഓർത്തു വയ്ക്കുക. ഇനി വളരെ പ്രധാനപ്പെട്ട 3 മെറ്റൽ അലോയ്സിന്റെ പേര് നമുക്കൊന്ന് പഠിക്കാനുണ്ട്. അവയുടെ പേരാകുന്നു അൽനിക്കോ, ഡ്യൂറാലുമിൻ, സിലുമിൻ. അൽനിക്കോ, ഡ്യൂറാലുമിൻ, സിലുമിൻ ഇവ വളരെ പ്രധാനപ്പെട്ട 3 മെറ്റൽ അലോയ്സ് ആകുന്നു. അൽനിക്കോ എന്ന് പറയുന്നത് കാന്തങ്ങളുടെ, കൃത്രിമമായിട്ടുള്ള കാന്തങ്ങളുടെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന മെറ്റൽ അലോയുടെ പേരാകുന്നു അൽനിക്കോ. അൽനിക്കോയിൽ അലൂമിനിയം, നിക്കൽ, കൊബാൾട്ട്, അയൺ എന്നീ 4 എലമെന്റ്സുകൾ വരുന്നു. അതുപോലെ ഡ്യൂറാലുമിൻ എന്ന് പറയുന്നത് വിമാനങ്ങളുടെ ബോഡി നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റൽ അലോയാകുന്നു ഡ്യൂറാലുമിൻ. വിമാന നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റൽ അലോയാകുന്നു ഡ്യൂറാലുമിൻ. അലൂമിനിയം, മഗ്നീഷ്യം, മാഗ്നീസ്, കോപ്പർ എന്നീ മെറ്റൽസിന്റെ അലോയിക്കാണ് നമ്മൾ ഡ്യൂറാലുമിൻ എന്ന് പറയുന്നത്. പിന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു മെറ്റൽ അലോയാകുന്നു സിലുമിൻ. സിലുമിൻ എന്ന് പറയുന്നത് വിമാനങ്ങളുടെ എഞ്ചിൻ നിർമ്മിക്കുവാനായിട്ട് ഉപയോഗിക്കുന്ന മെറ്റൽ അലോയാകുന്നു സിലുമിൻ. സിലുമിനിൽ അലൂമിനിയവും സിലിക്കണുമാണ് വരുന്നത്. ഓക്കെ, അലൂമിനിയം, സിലിക്കൺ എന്നീ മെറ്റൽസിന്റെ അലോയായിട്ട് വരുന്നതാകുന്നു സിലുമിൻ. സിലുമിൻ ഉപയോഗിക്കുന്നത് വിമാനങ്ങളുടെ എഞ്ചിൻ നിർമ്മാണത്തിന് വേണ്ടിയിട്ടാകുന്നു. അതുപോലെ വളരെ പ്രധാനപ്പെട്ട അയിരുകൾ, അതായത് ഓറുകൾ നമുക്കൊന്ന് പഠിക്കാനുണ്ട്. അത് അലൂമിനിയത്തിന്റെയും അയണിന്റെയും ഇപ്പോൾ തൽക്കാലം പഠിച്ചിരുന്നാൽ മതി. അലൂമിനിയത്തിന്റെ അയിരിന്റെ പേരാകുന്നു ബോക്സൈറ്റ്. അലൂമിനിയത്തിന്റെ അയിരിന്റെ പേരാകുന്നു ബോക്സൈറ്റ്. അയണിന്റെ അയിരിന്റെ പേരാകുന്നു ഹെമറ്റൈറ്റ് ഉണ്ട്, മാഗ്നറ്റൈറ്റ് ഉണ്ട്, അയൺ പെറൈറ്റിസ് ഉണ്ട്, സിഡറൈറ്റ് ഉണ്ട്, ലിമോണൈറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അയണിന്റെ അയിരുകളുടെ പേര് അല്ലെങ്കിൽ അയണിന്റെ ഓർസിന്റെ പേരാകുന്നു ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, അയൺ പെറൈറ്റിസ്, സിഡറൈറ്റ്, ലിമോണൈറ്റ്. കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ട് കേരള PSC എക്സാംസിന് ചോദിക്കാറുള്ള സം ജനറൽ നോളജ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഫാദർ ഓഫ് ഏൻഷ്യൻ കെമിസ്ട്രി ജാബിർ ഇബിൻ ഹയാൻ. ഫാദർ ഓഫ് കെമിസ്ട്രി റോബർട്ട് ബോയിൽ. ഫാദർ ഓഫ് മോഡേൺ കെമിസ്ട്രി ആന്റോണിയോ ലവോസിയ. ഫാദർ ഓഫ് ഇന്ത്യൻ കെമിസ്ട്രി പ്രഫുല്ല ചന്ദ്ര റേ. ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ ദിമിത്രി മെൻഡലിയഫ്.
ഫാദർ ഓഫ് മോഡേൺ പീരിയോഡിക് ടേബിൾ ഹെൻറി മോസ്ലി. ഭാരതീയനായ കണാദൻ, ഗ്രീക്ക് ചിന്തകനായ ഡെമോക്രീറ്റസ് എന്നിവർ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പദാർത്ഥത്തിലെ ചെറുകണങ്ങളെക്കുറിച്ച് പ്രവചിക്കുകയുണ്ടായി. ആധുനിക ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ചത് ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞനായ ജോൺ ഡാൾട്ടനാണ്. മോഡേൺ അറ്റോമിക് തിയറി ആവിഷ്കരിച്ച സയന്റിസ്റ്റിന്റെ പേരാകുന്നു ജോൺ ഡാൾട്ടൻ. മോഡേൺ അറ്റോമിക് തിയറിയുടെ ഫാദറാകുന്നു ജോൺ ഡാൾട്ടൻ. ആറ്റം എന്നുള്ള പേര് സജസ്റ്റ് ചെയ്ത സയന്റിസ്റ്റിന്റെ പേരാകുന്നു ഓസ്റ്റ്വാൾ. ഓസ്റ്റ്വാൾ എന്ന സയന്റിസ്റ്റാണ് ആറ്റം എന്നുള്ള പേര് സജസ്റ്റ് ചെയ്തത്. മോഡേൺ അറ്റോമിക് തിയറിയുടെ പിതാവാകുന്നു ജോൺ ഡാൾട്ടൻ. ജോൺ ഡാൾട്ടന്റെ അറ്റോമിക് തിയറിയിൽ വരുന്ന പ്രധാന പോയിന്റ്സ് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ, എല്ലാ സബ്സ്റ്റൻസും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ്. രണ്ടാമത്തെ പോയിന്റ് ആകുന്നു, രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല, അതുപോലെ നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ കഴിയില്ല. ഒരു മൂലകത്തിന്റെ എല്ലാ ആറ്റങ്ങളും ഗുണത്തിലും വലിപ്പത്തിലും മാസിലും സമാനമായിരിക്കും. വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത ഗുണങ്ങളും മാസും ഉള്ളവയായിരിക്കും. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാകുന്നു ആറ്റം. രണ്ടോ അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ ലളിതമായ അനുപാതത്തിൽ സംയോജിച്ചാണ് സംയുക്തങ്ങൾ ഉണ്ടാകുന്നത്. നമുക്കിനി ആറ്റത്തിലെ സബാറ്റോമിക് പാർട്ടിക്കിൾസ് ആയിട്ടുള്ള ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്നിവയുടെ ചാർജും മാസും എങ്ങനെയാണെന്ന് നോക്കാം. ഇലക്ട്രോണിന്റെ ചാർജ് ആകുന്നു 1.6022 × 10⁻⁹. പ്രോട്ടോണിന്റെ ചാർജും അങ്ങനെ തന്നെയാണ്, പക്ഷേ പ്ലസ് ആണ്. പ്ലസ് 1.6022 × 10⁻⁹ ആകുന്നു പ്രോട്ടോണിന്റെ ചാർജും. ന്യൂട്രോണിന്റെ ചാർജ് 0 ആകുന്നു. ഓക്കെ. അതുപോലെ ഇലക്ട്രോണിന്റെ മാസ് അത് 9.1 × 10⁻31 ആകുന്നു. പ്രോട്ടോണിന്റെ മാസ് 1.6726 × 10⁻27 ആകുന്നു. ന്യൂട്രോണിന്റെ മാസ് 1.675 × 10⁻27 ആകുന്നു. ഏറ്റവും കൂടുതൽ മാസുള്ള സബാറ്റോമിക് പാർട്ടികളാകുന്നു ന്യൂട്രോൺ. ഏറ്റവും കുറവ് മാസുള്ള സബാറ്റോമിക് പാർട്ടികളാകുന്നു ഇലക്ട്രോൺ. നമുക്ക് അതിന്റെ പവർ നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കും. ഇലക്ട്രോണിന്റെ പവർ വരുന്നത് 10⁻31 ആണ്. ഓക്കെ. പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും പവർ ശരിയാണ്, 10⁻27 തന്നെയാണ്. എന്നാൽ ന്യൂട്രോണിന്റെ ചാർജ് നമുക്കറിയാം 1.675 ആണ്. എന്നാൽ പ്രോട്ടോണിന്റെ 1.672 ആണ്. അതിന്റെ രണ്ടിന്റെയും 10ന്റെ പവർ സെയിം ആണ്, 10⁻27 തന്നെയാണ്. എന്നാൽ ഇലക്ട്രോണിന്റെ 9.1 ആണെങ്കിലും അതിന്റെ 10ന്റെ പവർ -31 ആണ്. ഓക്കെ. അപ്പോൾ ഇലക്ട്രോണിനാണ് ഏറ്റവും മാസ് കുറവ്. സബാറ്റോമിക് പാർട്ടിക്കിളിൽ മാസ് കൂടുതൽ ന്യൂട്രോണാണ്. പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും വാല്യൂ ഏകദേശം സെയിം തന്നെയാണ്, കറക്റ്റ് ആണ്, സെയിം തന്നെയാണ്. പക്ഷേ 1.675 ആണ് ന്യൂട്രോണിൻ്റെത്, പ്രോട്ടോണിന്റെ 1.672 ആണ്. രണ്ടിന്റെ 10ന്റെ പവർ സെയിം ആണ്, 10⁻⁻27 ആണ്. എന്നാൽ ഇലക്ട്രോണാണ് ഏറ്റവും മാസ് കുറവ്, 10⁻31 ആണ്. ഇനി ഇലക്ട്രോണിന്റെയും പ്രോട്ടോണിന്റെയും ചാർജ് 1.602 തന്നെയാണ്. അതിൻ്റെ 10⁻⁻19 ആണ്. അതിൻ്റെ ആ ഒരു സൈനിനാണ് വ്യത്യാസമുള്ളത്. ന്യൂട്രോണിന് ചാർജ് ഇല്ല. ഓക്കെ. ഹൈഡ്രജൻ കണ്ടെത്തിയ സയന്റിസ്റ്റിന്റെ പേരാകുന്നു ഹെൻറി കവൻഡിഷ്. ഓക്സിജൻ കണ്ടുപിടിച്ചത് ജോസഫ് പ്രീസ്ലി ആകുന്നു. അതുപോലെ കോൾ ഷീലയ്ക്കും ഓക്സിജൻ കണ്ടുപിടിച്ചതിന്റെ അവർ അവകാശം പോകുന്നുണ്ട്. അതുപോലെ നൈട്രജൻ കണ്ടുപിടിച്ചത് ഡാനിയൽ റൂദർഫോർഡ് ആകുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടെത്തിയത് ജോസഫ് ബ്ലാക്കും ആകുന്നു. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി കവൻഡിഷ്, ഓക്സിജൻ കണ്ടെത്തിയത് ജോസഫ് പ്രീസ്ലി, അതുപോലെ കോൾ ഷീലെ. നൈട്രജൻ കണ്ടുപിടിച്ചത് ഡാനിയൽ റൂദർഫോർഡ് ആകുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടെത്തിയത് ജോസഫ് ബ്ലാക്ക് ആകുന്നു. അതുപോലെ ലോകത്തിൽ ആദ്യമായിട്ട് ഗ്യാസസിന്റെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആയിട്ടുള്ള പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ പോലത്തെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് അക്സെപ്റ്റബിൾ ആകുന്ന വിധം മെഷർ ചെയ്യുന്ന ഒരു സിസ്റ്റം കണ്ടെത്തിയ സയന്റിസ്റ്റിന്റെ പേരാകുന്നു റോബർട്ട് ബോയിൽ. റോബർട്ട് ബോയിൽ തന്നെയാണ് ഫാദർ ഓഫ് കെമിസ്ട്രിയും. റോബർട്ട് ബോയിൽ കണ്ടെത്തിയ കാര്യങ്ങളിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ലോകത്തിൽ ആദ്യമായിട്ട് ഗ്യാസസിന്റെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആയിട്ടുള്ള പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ പോലത്തെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് അക്സെപ്റ്റബിൾ ആകുന്ന വിധം മെഷർ ചെയ്യാനുള്ള സിസ്റ്റം കണ്ടെത്തിയ സയന്റിസ്റ്റ് ആകുന്നു റോബർട്ട് ബോയിൽ. ഓക്കെ. നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് ഗ്യാസ് മിക്സ്ചേഴ്സിനെ കുറിച്ചൊന്ന് നോക്കാം. അവയാകുന്നു ഫോസ്ജീൻ, വാട്ടർ ഗ്യാസ്, പ്രൊഡ്യൂസർ ഗ്യാസ്, കോൾ ഗ്യാസ്, ബയോഗ്യാസ്, നാച്ചുറൽ ഗ്യാസ്, LPG, ഫോസ്ഫീൻ, അതുപോലെ ഹൈഡ്രജൻ സൾഫൈഡ്. ഇവയൊക്കെ വളരെ പ്രധാനപ്പെട്ട ഗ്യാസ് മിക്സ്ചേഴ്സ് ആകുന്നു. ഫോസ്ജീൻ എന്ന ഗ്യാസ് മിക്സ്ചർ കാർബൺ മോണോക്സൈഡും ക്ലോറിനും കൂടി ചേർന്നാണ് ഉണ്ടായിട്ടുള്ളത്. വാട്ടർ ഗ്യാസ് കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും കൂടി ചേർന്നാണ് ഉണ്ടായിട്ടുള്ളത്. പ്രൊഡ്യൂസർ ഗ്യാസ് കാർബൺ മോണോക്സൈഡ്, ഹൈഡ്രജൻ, നൈട്രജൻ. കോൾ ഗ്യാസ് കാർബൺ മോണോക്സൈഡ്, ഹൈഡ്രജൻ, മീഥെയിൻ. ബയോഗ്യാസ് കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയിൻ. നാച്ചുറൽ ഗ്യാസിൽ മീഥെയിൻ ഉണ്ട്, ഈഥെയിൻ ഉണ്ട്, ബ്യൂട്ടൈൻ, പ്രൊപ്പൈൻ, കാർബൺ ഡൈ ഓക്സൈഡ് ഇതെല്ലാം ജോയിൻ ചെയ്താണ് നാച്ചുറൽ ഗ്യാസ് ഫോം ചെയ്തിട്ടുള്ളത്. എങ്കിലും നാച്ചുറൽ ഗ്യാസിൽ 90% ഉള്ളത് മീഥെയിൻ ആകുന്നു. LPG ഫോം ചെയ്തിട്ടുള്ളത് ബ്യൂട്ടൈനും പ്രൊപ്പൈനും മിക്സ് ചെയ്താകുന്നു. ഫോസ്ഫീൻ, ഹൈഡ്രജൻ സൾഫൈഡ് ഇതും ഗ്യാസ് മിക്സ്ചേഴ്സ് ആകുന്നു. ഫോസ്ഫീൻ എന്നത് അഴുകിയ മത്സ്യത്തിൽ നിന്ന് വരുന്ന ഗ്യാസ് ആകുന്നു ഫോസ്ഫീൻ. ഹൈഡ്രജൻ സൾഫൈഡ് എന്ന് പറയുന്നത് അഴുകിയ മുട്ടയിൽ നിന്ന് വരുന്ന ഗ്യാസ് ആകുന്നു ഹൈഡ്രജൻ സൾഫൈഡ്. യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആയിട്ടുള്ള R-ന്റെ വാല്യൂ ആകുന്നു 8.314. അതിന്റെ യൂണിറ്റ് മറക്കാതെ പഠിച്ചു വയ്ക്കുക. അതിന്റെ യൂണിറ്റ് ആകുന്നു ജൂൾ പെർ മോൾ കെൽവിൻ, അല്ലെങ്കിൽ ന്യൂട്ടൺ മീറ്റർ പെർ മോൾ കെൽവിൻ, അല്ലെങ്കിൽ പാസ്കൽ പെർ മോൾ കെൽവിൻ. ഇതാണ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആയിട്ടുള്ള R-ന്റെ യൂണിറ്റ്. ഒന്നുകൂടി പറയാം. യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് R is equal to 8.314 ജൂൾ പെർ മോൾ കെൽവിൻ ആകുന്നു. ഓർഗാനിക് കെമിസ്ട്രി ആൻഡ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ഇവ എന്താണ് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യം ഓർഗാനിക് കെമിസ്ട്രി എന്താണെന്ന് നോക്കാം. ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ നേച്ചർ, അതുപോലെ അതിന്റെ സ്ട്രക്ചർ, പ്രോപ്പർട്ടീസ്, കോമ്പോസിഷൻ, റിയാക്ഷൻസ് ആൻഡ് പ്രിപ്പറേഷൻസ് എന്നിവയെക്കുറിച്ച് പഠിക്കുന്ന കെമിസ്ട്രിയിലെ ഒരു ബ്രാഞ്ച് ആകുന്നു ഓർഗാനിക് കെമിസ്ട്രി.
ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ നേച്ചർ, ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ സ്ട്രക്ചർ, അതുപോലെ അതിന്റെ പ്രോപ്പർട്ടീസ്, കോമ്പോസിഷൻ, റിയാക്ഷൻസ് ആൻഡ് പ്രിപ്പറേഷൻസ് എന്നിവയെക്കുറിച്ച് പഠിക്കുന്ന കെമിസ്ട്രിയിലെ ഒരു ബ്രാഞ്ചാകുന്നു ഓർഗാനിക് കെമിസ്ട്രി. ദെൻ ഇനി നമുക്ക് ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്താണെന്ന് നോക്കാം. ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ലിവിംഗ് ഓർഗാനിസത്തിൽ കാണപ്പെടുന്ന കോമ്പൗണ്ട്സിനെയാണ് ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. അതേ ഡെഫിനേഷൻ തന്നെയാണ് ഓർഗാനിക് സബ്സ്റ്റൻസിനും. ഓർഗാനിക് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ലിവിംഗ് ഓർഗാനിസത്തിൽ കാണപ്പെടുന്ന സബ്സ്റ്റൻസുകളെയാണ് ഓർഗാനിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ലിവിംഗ് ഓർഗാനിസത്തിൽ കാണപ്പെടുന്ന സബ്സ്റ്റൻസുകളെ ഓർഗാനിക് സബ്സ്റ്റൻസ് എന്നും ലിവിംഗ് ഓർഗാനിസത്തിൽ കാണപ്പെടുന്ന ഈ സബ്സ്റ്റൻസിൽ തന്നെ കാണപ്പെടുന്ന കോമ്പൗണ്ട്സിനെ ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നു. ഓക്കെ, ഈ യൂണിവേഴ്സിലെ ഏത് ഓർഗാനിക് കോമ്പൗണ്ട്സ് എടുത്താലും അതിലെല്ലാം കോമൺ ആയിട്ട് കാണപ്പെടുന്ന, അതിൻ്റെ എല്ലാം കോറായിട്ട് നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു എലമെന്റ് ഉണ്ട്. അതിന്റെ പേരാകുന്നു കാർബൺ. കാർബൺ എന്ന് പറയുന്ന ആറ്റം ഇല്ലാത്ത ഒരു ഓർഗാനിക് കോമ്പൗണ്ട് പോലും ഈ ലോകത്തിൽ ഇല്ല. ഈ യൂണിവേഴ്സിലെ എല്ലാ ഓർഗാനിക് കോമ്പൗണ്ട്സും ഉണ്ടാക്കിയിട്ടുള്ളത് കാർബൺ എലമെന്റ് ഉപയോഗിച്ചാണ്. അതുപോലെ തന്നെ നമ്മൾ ഏത് ഓർഗാനിക് കോമ്പൗണ്ട് എടുത്താലും കാർബൺ ആറ്റം ഉണ്ടായിരിക്കും നമ്മൾ പറഞ്ഞു. ഈ കാർബൺ ആറ്റത്തിന്റെ കൂടെ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ബോണ്ടാകുന്നു ഹൈഡ്രജൻ ബോണ്ട്. കാർബൺ ഹൈഡ്രജൻ ബോണ്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ് ഈ യൂണിവേഴ്സിൽ ഏറ്റവും കൂടുതൽ. ഈ യൂണിവേഴ്സിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഓർഗാനിക് കോമ്പൗണ്ട്സിലെ ബോണ്ട് എന്ന് പറയുന്നത് കാർബൺ ഹൈഡ്രജൻ ബോണ്ടാകുന്നു. നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ട്സിലെ കാർബൺ ഹൈഡ്രജൻ ബോണ്ടിന്റെയോ അല്ലെങ്കിൽ കാർബൺ ആറ്റത്തിന്റെയോ കൂടെ അറ്റാച്ച്ഡ് ആയിട്ട് ഓക്സിജൻ, നൈട്രജൻ, സൾഫർ, ഫോസ്ഫറസ് തുടങ്ങിയ എലമെന്റ്സോ അല്ലെങ്കിൽ ഹാലോജനുകളോ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ലിവിംഗ് ഓർഗാനിസത്തിലെ കോമ്പൗണ്ട് ആയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ടുകളെ കുറിച്ച് പഠിക്കുന്ന കെമിസ്ട്രിയിലെ ഒരു ബ്രാഞ്ച് ആകുന്നു ഓർഗാനിക് കെമിസ്ട്രി. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാർബൺ എലമെന്റിനെ കുറിച്ചാകുന്നു. അറ്റോമിക് നമ്പർ 6 വരുന്ന എലമെന്റ് ആകുന്നു കാർബൺ. കാർബൺ എലമെന്റ് ഉൾപ്പെടുന്ന പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പിനെ കാർബൺ ഫാമിലി എന്ന് പറയുന്നു. പീരിയോഡിക് ടേബിളിലെ പി ബ്ലോക്കിൽ 14ാമത്തെ ഗ്രൂപ്പിൽ 2ാമത്തെ പീരീഡിലാണ് കാർബൺ എലമെന്റിന്റെ സ്ഥാനം. ജീവന്റെ അടിസ്ഥാന ഘടകം എന്നറിയപ്പെടുന്ന മൂലകമാകുന്നു കാർബൺ. ഓർഗാനിക് കോമ്പൗണ്ടിന്റെ കോർ എലമെന്റ് ആകുന്നു കാർബൺ. കാർബൺ ഒരു നോൺ മെറ്റൽ ആകുന്നു. കാർബൺ എലമെന്റിന്റെ അറ്റോമിക് നമ്പർ 6ഉം മാസ് നമ്പർ 12ഉം ആകുന്നു. കാർബൺ ആറ്റത്തിലെ വാലൻസ് ഇലക്ട്രോൺ 4 ആകുന്നു. കാർബൺ ആറ്റത്തിന്റെ വാലൻസ് ഇലക്ട്രോൺ 4 ആയതുകൊണ്ട് തന്നെ കാർബൺ ആറ്റത്തിന് ഒക്ടറ്റ് കംപ്ലീറ്റ് ആക്കുവാനായിട്ട്, അതായത് സ്റ്റേബിൾ ആകുവാനായിട്ട് 4 ഇലക്ട്രോൺസിനെ വേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ കാർബൺ ആറ്റത്തിന്റെ വാലൻസി, അതായത് സംയോജകത 4 ആകുന്നു. ഏറ്റവും കൂടുതൽ കോമ്പൗണ്ട്സ് ഉണ്ടാക്കാൻ കഴിയുന്ന എലമെന്റ് ആകുന്നു കാർബൺ. കാർബൺ കോമ്പൗണ്ടുകളെ കുറിച്ചുള്ള പഠനത്തെ കാർബണിക രസതന്ത്രം, അതായത് ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നു. ഫാദർ ഓഫ് ഓർഗാനിക് കെമിസ്ട്രി എന്ന് വിളിക്കപ്പെടുന്ന സയന്റിസ്റ്റിന്റെ പേരാകുന്നു ഫ്രെഡറിച്ച് ഊളർ. ഫ്രെഡറിച്ച് ഊളറിനെ ഫാദർ ഓഫ് ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുവാനുള്ള കാരണം ലോകത്തിൽ ആദ്യമായി കൃത്രിമമായി ഓർഗാനിക് കോമ്പൗണ്ടിനെ ഉണ്ടാക്കിയ സയന്റിസ്റ്റാകുന്നു ഫ്രെഡറിച്ച് ഊളർ. അമോണിയം സൈനേറ്റ് എന്ന ഒരു നോൺ ലിവിംഗ് സബ്സ്റ്റൻസിൽ നിന്നുമാണ് ഫ്രെഡറിച്ച് ഊളർ യൂറിയ എന്ന ഓർഗാനിക് കോമ്പൗണ്ട് കൃത്രിമമായി ലാബിൽ ഉണ്ടാക്കിയെടുത്തത്. അതുകൊണ്ട് തന്നെ ഫ്രെഡറിച്ച് ഊളറിനെ ഫാദർ ഓഫ് ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നു. അതായത് ലോകത്തിൽ ആദ്യമായിട്ട് ആർട്ടിഫിഷ്യലായിട്ട് ഓർഗാനിക് കോമ്പൗണ്ടിനെ ഉണ്ടാക്കിയ സയന്റിസ്റ്റാകുന്നു ഫ്രെഡറിച്ച് ഊളർ. യൂറിയ എന്ന് പറയുന്ന ഓർഗാനിക് കോമ്പൗണ്ടാണ് ഫ്രെഡറിച്ച് ഊളർ ലാബിൽ കൃത്രിമമായി ഉണ്ടാക്കിയെടുത്തത്. അതുകൊണ്ട് തന്നെ ഫ്രെഡറിച്ച് ഊളറിനെ ഫാദർ ഓഫ് ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നു. 1828 ജർമ്മൻ ശാസ്ത്രജ്ഞനായ ഫ്രെഡറിച്ച് ഊളർ നോൺ ലിവിംഗ് സബ്സ്റ്റൻസായ അമോണിയം സൈനേറ്റിൽ നിന്നും ഓർഗാനിക് കോമ്പൗണ്ടായ യൂറിയ ലാബിൽ കൃത്രിമമായി ഉണ്ടാക്കിയെടുത്തത്. അതുവരെ ആർക്കും സാധിക്കാതിരുന്ന ആ ഒരു കാര്യം അദ്ദേഹം പോസിബിൾ ആക്കിയതുകൊണ്ട് ഫ്രെഡറിച്ച് ഊളറിനെ ഫാദർ ഓഫ് ഓർഗാനിക് കെമിസ്ട്രി എന്ന് അറിയപ്പെടുന്നു. കാർബൺ എലമെന്റിനെ കുറിച്ച് അല്ലെങ്കിൽ കാർബൺ ആറ്റത്തെക്കുറിച്ച് കുറച്ച് ഫാക്ട്സ് കൂടി നമുക്ക് പറയാനുണ്ട്. അവയാകുന്നു: മെൽറ്റിംഗ് പോയിന്റ് ഏറ്റവും കൂടുതലുള്ള എലമെന്റ് ആകുന്നു കാർബൺ. മെൽറ്റിംഗ് പോയിന്റ് ഏറ്റവും കൂടുതലുള്ള എലമെന്റ് ആകുന്നു കാർബൺ. എന്നാൽ മെൽറ്റിംഗ് പോയിന്റ് ഏറ്റവും കൂടുതലുള്ള മെറ്റൽ ടങ്സ്റ്റൻ ആകുന്നു. മെൽറ്റിംഗ് പോയിന്റ് ഏറ്റവും കൂടുതലുള്ള മെറ്റൽ ടങ്സ്റ്റൻ ആകുന്നു. മെൽറ്റിംഗ് പോയിന്റ് ഏറ്റവും കൂടുതലുള്ള എലമെന്റ് ആകുന്നു കാർബൺ. അതുപോലെ എലമെന്റ്സിന്റെ റിലേറ്റീവ് അറ്റോമിക് മാസിനെ പ്രതിപാദിക്കുവാനായിട്ട് ഉപയോഗിക്കുന്ന മൂലകമാകുന്നു കാർബൺ. എലമെന്റ്സിന്റെ റിലേറ്റീവ് അറ്റോമിക് മാസിനെ കുറിച്ച് പറയുവാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് എലമെന്റ് ആകുന്നു കാർബൺ. കാർബണിന്റെ റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പും കാർബൺ ഡേറ്റിംഗിന് വേണ്ടി ഉപയോഗിക്കുന്ന കാർബൺ ഐസോടോപ്പും ആകുന്നു കാർബൺ 14. കാർബൺ 14 ആണ് കാർബണിന്റെ റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പ്. കാർബൺ 14 ആണ് കാർബൺ ഡേറ്റിംഗിന് വേണ്ടി ഉപയോഗിക്കുന്ന കാർബൺ ഐസോടോപ്പ്. കാർബണിന്റെ വാലൻസിയുടെ പേരാകുന്നു ടെട്രാവാലൻസി. അതുപോലെ കാറ്റിനേഷൻ ഏറ്റവും കൂടുതലുള്ള എലമെന്റ് കൂടിയാകുന്നു കാർബൺ. കാർബണിന്റെ വാലൻസിയുടെ പേരാകുന്നു ടെട്രാവാലൻസി. കാറ്റിനേഷൻ ഏറ്റവും കൂടുതലുള്ള എലമെന്റ് കൂടിയാകുന്നു കാർബൺ. കാർബണിന്റെ ക്രിസ്റ്റൽ ഫോംസ് ആകുന്നു ഡയമണ്ട്, ഗ്രാഫൈറ്റ്, ഫുള്ളറീൻ ആൻഡ് ഗ്രാഫീൻ തുടങ്ങിയവ. കാർബണിന്റെ അമോർഫസ് ഫോംസ് ആകുന്നു കോക്ക്, കൽക്കരി, മരക്കരി, എല്ലുകരി തുടങ്ങിയവ. കാർബൺ ഹൈഡ്രജൻ ആറ്റംസ് ഉൾപ്പെടുന്ന ഓർഗാനിക് കോമ്പൗണ്ട്സിനെ ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്നു. ഹൈഡ്രോ കാർബൺസിനെ നമുക്ക് രണ്ടായി ക്ലാസിഫൈ ചെയ്യാം: സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് ആൻഡ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ്. സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസിൽ കാർബൺ കാർബൺ സിംഗിൾ ബോണ്ടാണ് ഉണ്ടാവുക. അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസിൽ കാർബൺ കാർബൺ ഡബിൾ ബോണ്ടും കാർബൺ കാർബൺ ട്രിപ്പിൾ ബോണ്ടും ഉണ്ടാകും. കാർബൺ കാർബൺ സിംഗിൾ ബോണ്ടുള്ള ഹൈഡ്രോ കാർബൺസിനെ നമുക്ക് ആൽക്കെയിൻ എന്ന് വിളിക്കാം.
കാർബൺ കാർബൺ ഡബിൾ ബോണ്ടുള്ള അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസിനെ നമുക്ക് ആൽക്കീൻ എന്നും കാർബൺ കാർബൺ ട്രിപ്പിൾ ബോണ്ടുള്ള അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബണിനെ ആൽക്കെയിൻ എന്നും വിളിക്കുന്നു. ആൽക്കെയിനിൽ വരുന്ന ഹൈഡ്രോകാർബൺസിന്റെ ജനറൽ ഫോർമുല എന്നത് CnH2n+2 ആകുന്നു. എന്നാൽ ആൽക്കീനിൽ വരുന്ന ഹൈഡ്രോകാർബൺസിന്റെ ജനറൽ ഫോർമുലയാകുന്നു CnH2n. അതുപോലെ ആൽക്കൈനിൽ വരുന്ന ഹൈഡ്രോകാർബൺസിന്റെ ജനറൽ ഫോർമുലയാകുന്നു CnH2n-2. ഹൈഡ്രോകാർബൺസുമായി റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ജനറൽ ഫാക്ടേഴ്സ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ദ സിംപ്ലസ്റ്റ് ഹൈഡ്രോകാർബൺ അത് മീഥെയിൻ ആണ്. അതായത് ഏറ്റവും ലഘുവായ ഹൈഡ്രോകാർബൺ ആകുന്നു മീഥെയിൻ. അതുപോലെ ബയോഗ്യാസിലെ മെയിൻ കമ്പോണന്റ് ആകുന്നു മീഥെയിൻ. നാച്ചുറൽ ഗ്യാസിലെ മെയിൻ കമ്പോണന്റും മീഥെയിൻ ആകുന്നു. മാഷ് ഗ്യാസ് അതായത് ചതുപ്പ് വാതകത്തിലെ മെയിൻ കമ്പോണന്റും മീഥെയിൻ ആകുന്നു. മീഥെയിൻ കണ്ടെത്തിയത് അലക്സാൻഡ്രോ വോൾട്ടെ ആകുന്നു. നാച്ചുറൽ ഗ്യാസിൽ വരുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളാകുന്നു മീഥെയിൻ, ഈഥെയിൻ, പ്രൊപ്പൈൻ, ബ്യൂട്ടൈൻ. എന്നാൽ ഈ നാച്ചുറൽ ഗ്യാസിലെ ഏറ്റവും പെർസെൻറ്റേജ് കൂടിയ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ അത് മീഥെയിൻ ആകുന്നു. ഏറ്റവും നന്നായി കത്തുന്ന ഹൈഡ്രോകാർബൺ ആകുന്നു ബ്യൂട്ടൈൻ. അതുപോലെ കുക്കിംഗ് ഗ്യാസായിട്ട് പാചകവാതകമായിട്ട് LPGയിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഹൈഡ്രോകാർബൺസ് ആകുന്നു പ്രൊപ്പൈനും ബ്യൂട്ടൈനും. ഈ LPGയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പോണന്റ് ആകുന്നു ബ്യൂട്ടൈൻ. അതുപോലെ പാചകവാതക സിലിണ്ടറിൽ ഉണ്ടാകുന്ന ലീക്കേജ് അറിയാൻ ചേർക്കുന്ന പ്രത്യേക മണമുള്ള രാസവസ്തു ഉണ്ട്. അതിന്റെ പേരാണ് ഈഥെയിൽ മെർക്യാപ്റ്റൻ. That means the chemical with a strong smell added to detect gas leakage in LPG cylinders. അവിടെ ഉപയോഗിക്കുന്ന ഹൈഡ്രോകാർബൺ ആകുന്നു ഈഥെയിൽ മെർക്യാപ്റ്റൻ. ഗ്യാസ് യൂസ്ഡ് ഇൻ സിഗരറ്റ് ലൈറ്റേഴ്സ്, ദാറ്റ് ഈസ് സിഗരറ്റ് ലാമ്പിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രോകാർബൺ എന്നത് ഏറ്റവും നന്നായി കത്തുന്ന ഹൈഡ്രോകാർബൺ ആയിട്ടുള്ള ബ്യൂട്ടൈൻ ആകുന്നു. അതുപോലെ പഴങ്ങൾ പഴുപ്പിക്കുവാനായിട്ട് ഈഥീൻ ആണ് ഉപയോഗിക്കുന്നത്. വെൽഡിംഗ് ഗ്യാസായിട്ട് ഉപയോഗിക്കുന്നതാകുന്നു ഈഥൈൻ. ഈഥൈൻ ആണ് വെൽഡിംഗ് ഗ്യാസായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ പറഞ്ഞ പോയിന്റ്സ് ഒന്നുകൂടെ പറയാം. ദ കെമിക്കൽ വിത്ത് എ സ്ട്രോങ് സ്മെൽ യൂസ്ഡ് ടു ഡിറ്റക്ട് ഗ്യാസ് ലീക്കേജ് ഇൻ LPG സിലിണ്ടർ അത് ഈഥെയിൽ മെർക്യാപ്റ്റൻ ആണ്. ഈഥെയിൽ മെർക്യാപ്റ്റനെ എഥനത്തിയോൾ എന്നും വിളിക്കാറുണ്ട്. സിഗരറ്റ് ലാമ്പിൽ ഉപയോഗിക്കുന്നത് അത് ബ്യൂട്ടൈൻ ആണ്. പഴങ്ങൾ പഴുപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാകുന്നു ഈഥീൻ. ഈഥീനെ എഥിലീൻ എന്നും വിളിക്കാറുണ്ട്. വെൽഡിംഗ് ഗ്യാസായിട്ട് ഉപയോഗിക്കുന്നതാകുന്നു ഈഥൈൻ. ഓക്കെ, ഈഥൈനെ അസറ്റിലിൻ എന്നും വിളിക്കാറുണ്ട്. ഈഥൈനെ അസറ്റിലിൻ എന്നും വിളിക്കാറുണ്ട്. ഈഥൈനെ അസറ്റിലിൻ എന്നും വിളിക്കാറുണ്ട്. ഓക്കെ, ഒരു ഓർഗാനിക് കോമ്പൗണ്ടിലെ CH ബോണ്ടിലെ ഹൈഡ്രജൻ ആറ്റത്തെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ ഒരു ആറ്റമോ ആറ്റം ഗ്രൂപ്പോ വന്നിരിക്കുമ്പോൾ ആ കോമ്പൗണ്ടിന്റെ നേച്ചർ കംപ്ലീറ്റ്ലി ചേഞ്ച് ആകുന്നു. ഓക്കെ, ആ ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ചിലപ്പോൾ ആൽക്കഹോളോ ആസിഡോ ആൽഡിഹൈഡോ എസ്റ്ററോ കീറ്റോണോ തുടങ്ങിയവയ്ക്കായി മാറാം. ഇത്തരത്തിൽ ഓർഗാനിക് കോമ്പൗണ്ടിന്റെ നേച്ചർ തീരുമാനിക്കുന്ന ആറ്റം ഓർ ആറ്റം ഗ്രൂപ്പ്സിനെയാണ് ഫംഗ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. നമുക്ക് വളരെ പ്രധാനപ്പെട്ട ചില ഫംഗ്ഷണൽ ഗ്രൂപ്പുകൾ ഒന്ന് പരിചയപ്പെടാം. നമുക്കിവിടെ ആദ്യം കാണാൻ കഴിയുന്ന ഒരു ഫംഗ്ഷണൽ ഗ്രൂപ്പ് ആകുന്നു SH. സൾഫർ ഹൈഡ്രജൻ ആറ്റം ഗ്രൂപ്പ് ആകുന്നു SH ഫംഗ്ഷണൽ ഗ്രൂപ്പ്. ഇത് തിയോൾ എന്ന ഫാമിലിയിലാണ് SH ഫംഗ്ഷണൽ ഗ്രൂപ്പ് വരുന്നത്. ഓക്കെ, അതുപോലെ OH ഓക്സിജൻ ഹൈഡ്രജൻ ആറ്റം ഗ്രൂപ്പ് വരുന്ന ഫംഗ്ഷണൽ ഗ്രൂപ്പ് ആകുന്നു OH. OH ഫംഗ്ഷണൽ ഗ്രൂപ്പ് ആൽക്കഹോൾ ഫാമിലിയിലാണ് വരുന്നത്. അതുപോലെ COOH അത് ആസിഡ് ആകുന്നു. ആസിഡ് ഫാമിലിയിലാണ് COOH വരുന്നത്. COO അത് എസ്റ്റർ ആകുന്നു. CO കീറ്റോൺ ഫാമിലിയിലാണ് വരുന്നത്. O ഈതർ ഫാമിലിയിലും CHO ആൽഡിഹൈഡിലുമാണ് വരുന്നത്. അതുപോലെ ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ തുടങ്ങിയ ആറ്റങ്ങൾ വരുന്നത് ഹാലോ ആൽക്കൈൻ എന്ന ഫംഗ്ഷണൽ ഗ്രൂപ്പിലാകുന്നു. മദ്യദുരന്തങ്ങൾക്ക് കാരണമാകുന്ന ആൽക്കഹോളിന്റെ പേരാകുന്നു മെഥനോൾ. മെഥനോളിനെ മീഥൈൽ ആൽക്കഹോൾ എന്നും വുഡ് സ്പിരിറ്റ് എന്ന പേരിലും അറിയപ്പെടുന്നു. മെഥനോളിനെ പെയിന്റ് നിർമ്മാണത്തിലെ സോൾവെന്റായും വാർണിഷ്, ഫോർമാലിൻ മുതലായവയുടെ നിർമ്മാണത്തിലെ റിയാക്ടൻസായും ഉപയോഗിക്കുന്നു. ബിവറേജുകളിൽ വിൽക്കപ്പെടുന്ന ആളുകൾ കഴിക്കുന്ന ആൽക്കഹോളിന്റെ പേരാകുന്നു ഈഥെയിൽ ആൽക്കഹോൾ. ഈഥെയിൽ ആൽക്കഹോളിനെ എഥനോൾ, ഗ്രേപ്പ് സ്പിരിറ്റ്, ഗ്രെയിൻ സ്പിരിറ്റ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. 99% മുതൽ 100% വരെ പ്യുവറായിട്ടുള്ള എഥനോളിനെ അബ്സലൂട്ട് സ്പിരിറ്റ് എന്നും അബ്സലൂട്ട് ആൽക്കഹോൾ എന്ന പേരിലും അറിയപ്പെടുന്നു. എഥനോളിന്റെ കൂടെ മെഥനോൾ മിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്നതാകുന്നു മെഥലേറ്റഡ് സ്പിരിറ്റ്. എഥനോളിന്റെ കൂടെ പോയിസൺ മിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്നതാകുന്നു ഡിനേച്ചേർഡ് സ്പിരിറ്റ്. എഥനോളിന്റെ കൂടെ ജലം മിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്നതാകുന്നു റെക്ടിഫൈഡ് സ്പിരിറ്റ്. എഥനോൾ, പെട്രോൾ ഇവയുടെ മിക്സിങ്ങിലൂടെ വരുന്നതാകുന്നു പവർ സ്പിരിറ്റ് അല്ലെങ്കിൽ പവർ പെട്രോൾ. പെട്രോളിന് പറയുന്ന മറ്റൊരു പേരാകുന്നു ഗ്യാസോലിൻ. അതുകൊണ്ട് തന്നെ എഥനോളിന്റെ ഒപ്പം ഗ്യാസോലിൻ മിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്നതാകുന്നു ഗ്യാസഹോൾ. ഓർഗാനിക് ആസിഡിന്റെ അതായത് കാർബോക്സിലിക് ആസിഡിന്റെ മോസ്റ്റ് സിംപിളസ്റ്റ് ഫോമിന്റെ പേരാകുന്നു മെഥനോയിക് ആസിഡ്. ഓർഗാനിക് ആസിഡിനെ നമ്മൾ കാർബോക്സിലിക് ആസിഡ് എന്ന് വിളിക്കാറുണ്ട്. അതിന് കാരണം ഓർഗാനിക് ആസിഡ് ഫോം ചെയ്യാൻ കാരണമായ ഫംഗ്ഷണൽ ഗ്രൂപ്പിന്റെ പേരാകുന്നു COOH. ഇതിൽ CO കാർബോണൈൽ ഗ്രൂപ്പും OH ഹൈഡ്രോക്സിൽ ഗ്രൂപ്പുമാകുന്നു. കാർബോണൈൽ ഗ്രൂപ്പിന്റെയും ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിന്റെയും കോമ്പിനേഷനിലൂടെയാണ് COOH ഫോം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ COOH ബോണ്ട് ചെയ്ത് ഫോം ആയിട്ടുള്ള ഓർഗാനിക് ആസിഡിനെ കാർബോക്സിലിക് ആസിഡ് എന്നും വിളിക്കുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഓർഗാനിക് ആസിഡിന്റെ അതായത് കാർബോക്സിലിക് ആസിഡിന്റെ മോസ്റ്റ് സിംപിളസ്റ്റ് ഫോമിന്റെ പേരാകുന്നു മെഥനോയിക് ആസിഡ്. മെഥനോയിക് ആസിഡിനെ ഫോമിക് ആസിഡ് എന്നും വിളിക്കുന്നു.
ഉറുമ്പ്, തേനീച്ച, കടന്നൽ ഇവയിലുള്ള ആസിഡിന്റെ പേരാകുന്നു ഫോമിക് ആസിഡ്, അതായത് മെഥനോയിക് ആസിഡ്. റബ്ബർ പാല് കട്ടിയാക്കുവാനായിട്ട് ഉപയോഗിക്കുന്ന ആസിഡ് കൂടിയാകുന്നു മെഥനോയിക് ആസിഡ്. ഏറ്റവും പഴക്കം ചെന്ന ആസിഡിന്റെ പേര് പറയാം. ഏറ്റവും പഴക്കം ചെന്ന ആസിഡിന്റെ പേരാകുന്നു അസറ്റിക് ആസിഡ്. അസറ്റിക് ആസിഡിനെ എഥനോയിക് ആസിഡ് എന്ന പേരിലും അറിയപ്പെടുന്നു. ഒരിക്കൽ കൂടി പറയാം, ഏറ്റവും പഴക്കം ചെന്ന ആസിഡിന്റെ പേരാകുന്നു അസറ്റിക് ആസിഡ്. അസറ്റിക് ആസിഡിനെ എഥനോയിക് ആസിഡ് എന്ന പേരിലും അറിയപ്പെടുന്നു. ഫുഡ് പ്രിസർവേറ്റീവ്സ് ആയി ഉപയോഗിക്കുന്ന ആസിഡിന്റെ പേരാകുന്നു എഥനോയിക് ആസിഡ്, ദാറ്റ് ഈസ് അസറ്റിക് ആസിഡ്. ഓക്കെ, ഇനി നമുക്ക് പെർഫ്യൂംസിന്റെ സുഗന്ധത്തിന് കാരണമാകുന്ന ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ഉണ്ട്. അതിന്റെ പേരാകുന്നു എസ്റ്റർ. പെർഫ്യൂംസിന്റെ സുഗന്ധത്തിന് കാരണമാകുന്ന ഓർഗാനിക് കോമ്പൗണ്ടിന്റെ പേരാകുന്നു എസ്റ്റർ. ആൽക്കഹോളും ഓർഗാനിക് ആസിഡും മിക്സ് ചെയ്തിട്ടാണ് എസ്റ്ററുകൾ നിർമ്മിക്കുന്നത്. ആൽക്കഹോളും ഓർഗാനിക് ആസിഡും മിക്സ് ചെയ്താണ് എസ്റ്ററുകൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, ദെൻ ആപ്പിളിന്റെ ആ ഒരു സ്മെല്ല് നൽകുന്ന എസ്റ്ററിന്റെ പേരാകുന്നു ബ്യൂട്ടൈൽ അസറ്റേറ്റ്. ആപ്പിളിൽ അടങ്ങിയിട്ടുള്ള എസ്റ്ററിന്റെ പേരല്ല ബ്യൂട്ടൈൽ അസറ്റേറ്റ്. ആപ്പിളിന്റെ ആ ഒരു സ്മെല്ല് നൽകുന്ന എസ്റ്ററിന്റെ പേരാകുന്നു ബ്യൂട്ടൈൽ അസറ്റേറ്റ്. അപ്പോൾ ബ്യൂട്ടൈൽ അസറ്റേറ്റ് എന്ന് പറയുന്ന എസ്റ്ററിൽ നിന്നും ആപ്പിളിന്റെ ആ ഒരു സ്മെല്ല് നമുക്ക് കിട്ടും. ഓക്കെ, അതുപോലെ ഏത്തപ്പഴത്തിന്റെ ആ ഒരു സ്മെല്ല് നൽകുന്ന എസ്റ്ററിന്റെ പേരാകുന്നു അമൈൽ അസറ്റേറ്റ്. ഏത്തപ്പഴത്തിൽ അടങ്ങിയിട്ടുള്ള എസ്റ്റർ അല്ല അമൈൽ അസറ്റേറ്റ്. ഏത്തപ്പഴത്തിന്റെ ആ ഒരു സ്മെല്ല് നൽകുന്ന എസ്റ്ററിന്റെ പേരാകുന്നു അമൈൽ അസറ്റേറ്റ്. അതുപോലെ ഓറഞ്ചിന്റെ ആ ഒരു സ്മെല്ല് നൽകുന്ന എസ്റ്ററിന്റെ പേരാകുന്നു ഒക്ടൈൽ അസറ്റേറ്റ്. മുല്ലപ്പൂവിന്റെ സ്മെല്ല് നൽകുന്ന എസ്റ്ററിന്റെ പേരാകുന്നു ബെൻസൈൽ അസറ്റേറ്റ്. പൈനാപ്പിളിന്റെ സ്മെല്ല് നൽകുന്ന എസ്റ്ററിന്റെ പേരാകുന്നു ഈഥൈൽ ബ്യൂട്ടറൈറ്റ്. തേനിന്റെ സ്മെല്ല് നൽകുന്ന എസ്റ്ററിന്റെ പേരാകുന്നു മീഥൈൽ ഫിനൈൽ അസറ്റേറ്റ്. നമുക്കിനി ആൽക്കലോയിഡുകൾ എന്താണെന്ന് നോക്കാം. ആൽക്കലോയിഡുകൾ എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സ് സ്വയം പ്രൊഡ്യൂസ് ചെയ്യുന്ന നൈട്രജൻ അടങ്ങിയ ഓർഗാനിക് കോമ്പൗണ്ടിനെയാണ് ആൽക്കലോയിഡുകൾ എന്ന് പറയുന്നത്. പ്ലാന്റ്സ് സ്വയം പ്രൊഡ്യൂസ് ചെയ്യുന്ന നൈട്രജൻ അടങ്ങിയ ഓർഗാനിക് കോമ്പൗണ്ടിനെയാണ് ആൽക്കലോയിഡുകൾ എന്ന് പറയുന്നത്. ഇഞ്ചിയിൽ അടങ്ങിയ ആൽക്കലോയിഡിന്റെ പേരാകുന്നു ജിഞ്ചറിൻ. ഇഞ്ചിയിൽ അടങ്ങിയ ആൽക്കലോയിഡിന്റെ പേരാകുന്നു ജിഞ്ചറിൻ. അതുപോലെ കുരുമുളകിൽ പിപ്പറിൻ, തേയിലയിൽ തെയിൻ, കാപ്പിയിൽ കഫീൻ, വേപ്പിൽ മാർഗോസിൻ, മുളകിൽ കാപ്സൈസിൻ, കുങ്കുമപ്പൂവിൽ ബിക്സിൻ, അതുപോലെ പുകയിലയിൽ അടങ്ങിയ ആൽക്കലോയിഡിന്റെ പേരാകുന്നു നിക്കോട്ടിൻ. ഇഞ്ചിയിൽ അടങ്ങിയ ആൽക്കലോയിഡിന്റെ പേരാകുന്നു ജിഞ്ചറിൻ. ഇഞ്ചിയിൽ അടങ്ങിയ ആൽക്കലോയിഡിന്റെ പേരാകുന്നു ജിഞ്ചറിൻ. അതുപോലെ കുരുമുളകിൽ പിപ്പറിൻ, തേയിലയിൽ തെയിൻ, കാപ്പിയിൽ കഫീൻ, വേപ്പിൽ മാർഗോസിൻ, മുളകിൽ കാപ്സൈസിൻ, കുങ്കുമപ്പൂവിൽ ബിക്സിൻ, അതുപോലെ പുകയിലയിൽ അടങ്ങിയ ആൽക്കലോയിഡിന്റെ പേരാകുന്നു നിക്കോട്ടിൻ. ഓർഗാനിക് ആസിഡിന്റെ, അതായത് കാർബോക്സിലിക് ആസിഡിന്റെ മോസ്റ്റ് സിംപിളസ്റ്റ് ഫോമിന്റെ പേരാകുന്നു മെഥനോയിക് ആസിഡ്. ഓർഗാനിക് ആസിഡിനെ നമ്മൾ കാർബോക്സിലിക് ആസിഡ് എന്ന് വിളിക്കാറുണ്ട്. അതിന് കാരണം ഓർഗാനിക് ആസിഡ് ഫോം ചെയ്യാൻ കാരണമായ ഫംഗ്ഷണൽ ഗ്രൂപ്പിന്റെ പേരാകുന്നു COOH. ഇതിൽ CO കാർബോണൈൽ ഗ്രൂപ്പും OH ഹൈഡ്രോക്സിൽ ഗ്രൂപ്പുമാകുന്നു. കാർബോണൈൽ ഗ്രൂപ്പിന്റെയും ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിന്റെയും കോമ്പിനേഷനിലൂടെയാണ് COOH ഫോം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ COOH ബോണ്ട് ചെയ്ത് ഫോം ആയിട്ടുള്ള ഓർഗാനിക് ആസിഡിനെ കാർബോക്സിലിക് ആസിഡ് എന്നും വിളിക്കുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഓർഗാനിക് ആസിഡിന്റെ, അതായത് കാർബോക്സിലിക് ആസിഡിന്റെ മോസ്റ്റ് സിംപിളസ്റ്റ് ഫോമിന്റെ പേരാകുന്നു മെഥനോയിക് ആസിഡ്. മെഥനോയിക് ആസിഡിനെ ഫോമിക് ആസിഡ് എന്നും വിളിക്കുന്നു. ഉറുമ്പ്, തേനീച്ച, കടന്നൽ ഇവയിലുള്ള ആസിഡിന്റെ പേരാകുന്നു ഫോമിക് ആസിഡ്, അതായത് മെഥനോയിക് ആസിഡ്. റബ്ബർ പാല് കട്ടിയാക്കുവാനായിട്ട് ഉപയോഗിക്കുന്ന ആസിഡ് കൂടിയാകുന്നു മെഥനോയിക് ആസിഡ്. ഏറ്റവും പഴക്കം ചെന്ന ആസിഡിന്റെ പേര് പറയാം. ഏറ്റവും പഴക്കം ചെന്ന ആസിഡിന്റെ പേരാകുന്നു അസറ്റിക് ആസിഡ്. അസറ്റിക് ആസിഡിനെ എഥനോയിക് ആസിഡ് എന്ന പേരിലും അറിയപ്പെടുന്നു. ഒരിക്കൽ കൂടി പറയാം, ഏറ്റവും പഴക്കം ചെന്ന ആസിഡിന്റെ പേരാകുന്നു അസറ്റിക് ആസിഡ്. അസറ്റിക് ആസിഡിനെ എഥനോയിക് ആസിഡ് എന്ന പേരിലും അറിയപ്പെടുന്നു. ഫുഡ് പ്രിസർവേറ്റീവ്സ് ആയി ഉപയോഗിക്കുന്ന ആസിഡിന്റെ പേരാകുന്നു എഥനോയിക് ആസിഡ്, ദാറ്റ് ഈസ് അസറ്റിക് ആസിഡ്. ഓക്കെ, ഇനി നമുക്ക് പെർഫ്യൂംസിന്റെ സുഗന്ധത്തിന് കാരണമാകുന്ന ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ഉണ്ട്. അതിന്റെ പേരാകുന്നു എസ്റ്റർ. പെർഫ്യൂംസിന്റെ സുഗന്ധത്തിന് കാരണമാകുന്ന ഓർഗാനിക് കോമ്പൗണ്ടിന്റെ പേരാകുന്നു എസ്റ്റർ. ആൽക്കഹോളും ഓർഗാനിക് ആസിഡും മിക്സ് ചെയ്തിട്ടാണ് എസ്റ്ററുകൾ നിർമ്മിക്കുന്നത്. ആൽക്കഹോളും ഓർഗാനിക് ആസിഡും മിക്സ് ചെയ്താണ് എസ്റ്ററുകൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, ദെൻ ആപ്പിളിന്റെ ആ ഒരു സ്മെല്ല് നൽകുന്ന എസ്റ്ററിന്റെ പേരാകുന്നു ബ്യൂട്ടൈൽ അസറ്റേറ്റ്. ആപ്പിളിൽ അടങ്ങിയിട്ടുള്ള എസ്റ്ററിന്റെ പേരല്ല ബ്യൂട്ടൈൽ അസറ്റേറ്റ്. ആപ്പിളിന്റെ ആ ഒരു സ്മെല്ല് നൽകുന്ന എസ്റ്ററിന്റെ പേരാകുന്നു ബ്യൂട്ടൈൽ അസറ്റേറ്റ്. അപ്പോൾ ബ്യൂട്ടൈൽ അസറ്റേറ്റ് എന്ന് പറയുന്ന എസ്റ്ററിൽ നിന്നും ആപ്പിളിന്റെ ആ ഒരു സ്മെല്ല് നമുക്ക് കിട്ടും. ഓക്കെ, അതുപോലെ ഏത്തപ്പഴത്തിന്റെ ആ ഒരു സ്മെല്ല് നൽകുന്ന എസ്റ്ററിന്റെ പേരാകുന്നു അമൈൽ അസറ്റേറ്റ്. ഏത്തപ്പഴത്തിൽ അടങ്ങിയിട്ടുള്ള എസ്റ്റർ അല്ല അമൈൽ അസറ്റേറ്റ്. ഏത്തപ്പഴത്തിന്റെ ആ ഒരു സ്മെല്ല് നൽകുന്ന എസ്റ്ററിന്റെ പേരാകുന്നു അമൈൽ അസറ്റേറ്റ്. അതുപോലെ ഓറഞ്ചിന്റെ ആ ഒരു സ്മെല്ല് നൽകുന്ന എസ്റ്ററിന്റെ പേരാകുന്നു ഒക്ടൈൽ അസറ്റേറ്റ്. മുല്ലപ്പൂവിന്റെ സ്മെല്ല് നൽകുന്ന എസ്റ്ററിന്റെ പേരാകുന്നു ബെൻസൈൽ അസറ്റേറ്റ്. പൈനാപ്പിളിന്റെ സ്മെല്ല് നൽകുന്ന എസ്റ്ററിന്റെ പേരാകുന്നു ഈഥൈൽ ബ്യൂട്ടറൈറ്റ്. തേനിന്റെ സ്മെല്ല് നൽകുന്ന എസ്റ്ററിന്റെ പേരാകുന്നു മീഥൈൽ ഫിനൈൽ അസറ്റേറ്റ്. ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സിൽക്ക്, അതായത് കൃത്രിമമായിട്ടുള്ള പട്ടിന് പറയുന്ന പേരാകുന്നു റയോൺ. കൃത്രിമ പട്ട് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ പട്ടിന് പറയുന്ന പേരാകുന്നു റയോൺ. ആർട്ടിഫിഷ്യൽ ഫൈബർ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ കോട്ടന് പറയുന്ന പേരാകുന്നു നൈലോൺ. കൃത്രിമമായിട്ടുള്ള പ്ലാസ്റ്റിക്കിന് പറയുന്ന പേരാകുന്നു ബേക്കലൈറ്റ്. അതുപോലെ കൃത്രിമ റബ്ബറിന് പറയുന്ന പേരാകുന്നു നിയോപ്രീൻ. അതുപോലെ ആർട്ടിഫിഷ്യൽ ഷുഗറിന് പറയുന്ന പേരാകുന്നു സാക്കറിൻ. നൈലോൺ എന്നത് ലോകത്തിലെ തന്നെ ആദ്യത്തെ കൃത്രിമമായിട്ടുള്ള കോട്ടൺ ആകുന്നു നൈലോൺ, അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ആദ്യത്തെ കൃത്രിമ ഫൈബർ ആകുന്നു നൈലോൺ. ന്യൂയോർക്ക്, ലണ്ടൻ നഗരങ്ങളിലാണ് ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഫൈബർ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ കോട്ടൺ, സിന്തറ്റിക് കോട്ടൺ വികസിപ്പിച്ചത് എന്നുള്ളത് കൊണ്ടാണ് ആ ഒരു സിന്തറ്റിക് കോട്ടന് നൈലോൺ എന്നുള്ള പേര് വന്നത്.
ന്യൂയോർക്ക്, ലണ്ടൻ നഗരങ്ങളിലാണ് ആദ്യത്തെ സിന്തറ്റിക് കോട്ടൺ വികസിപ്പിച്ചെടുത്തത്. അതുകൊണ്ടാണ് സിന്തറ്റിക് ഫൈബറിനെ അല്ലെങ്കിൽ സിന്തറ്റിക് കോട്ടനെ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ കോട്ടനെ നൈലോൺ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ലോകത്തിലെ ആദ്യത്തെ കൃത്രിമമായിട്ടുള്ള പട്ടിൻ്റെ പേരാകുന്നു, സിൽക്കിൻ്റെ പേരാകുന്നു റയോൺ. ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക്കിൻ്റെ പേരാകുന്നു ബേക്കലൈറ്റ്. ബേക്കലൈറ്റിന് മുമ്പ് പ്ലാസ്റ്റിക്കിന് സമാനമായി തന്നെ ഉപയോഗിച്ചിരുന്ന മറ്റൊരു വസ്തു ഉണ്ടായിരുന്നു, അതിൻ്റെ പേരായിരുന്നു പാർക്കിസൺ. ഓക്കെ, പാർക്കിസണും ബേക്കലൈറ്റും ഓപ്ഷനിലുണ്ടെങ്കിൽ ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് എന്നുള്ള പേരിൽ പാർക്കിസനെ നമുക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. പാർക്കിസൺ ഇല്ല, ബേക്കലൈറ്റ് മാത്രമേ ഉള്ളൂ എങ്കിൽ നമുക്ക് ബേക്കലൈറ്റിനെ ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. എനിവേ, ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് എന്നുള്ള പേരിൽ ശരിക്കും ഫേമസ് ആയി നിൽക്കുന്നത് ബേക്കലൈറ്റ് ആണ്. അതിന് മുമ്പ് പ്ലാസ്റ്റിക്കിന് സമാനമായ ഒരു വസ്തു നമ്മൾ ഉപയോഗിച്ചിരുന്നു, അതിൻ്റെ പേരാണ് പാർക്കിസൺ. അപ്പോൾ പാർക്കിസണും ബേക്കലൈറ്റും ഓപ്ഷനിലുണ്ടെങ്കിൽ പാർക്കിസൺ ഓപ്റ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ ബേക്കലൈറ്റ് ഓപ്റ്റ് ചെയ്യുക. അതുപോലെ ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ റബ്ബറാകുന്നു നിയോപ്രിൻ. ആദ്യത്തെ കൃത്രിമമായിട്ടുള്ള ഷുഗറാകുന്നു സാക്കറിൻ. ഓക്കെ, താങ്ക് യു.